നമസ്കാരം. 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3ഇടത്തും വലിയ പരാജയം ഏറ്റുവാങ്ങിയതിന് ശേഷം കോൺഗ്രസ് ഇന്നലെ പ്രതിക്കൂട്ടിൽ നിന്ന ദിവസമായിരുന്നു. കാരണം ഇന്നലെയായിരുന്നു, ചൊവ്വാഴ്ചയായിരുന്നു INDAA എന്ന പ്രതിപക്ഷ മുന്നണിയുടെ ഒരു യോഗം ദില്ലിയിൽ ചേർന്നത്. എന്തായാലും ഈ യോഗത്തിൽ INDAയുടെ ഭാവി പരിപാടികളൊന്നും തന്നെ കാര്യമായി ആസൂത്രണം ചെയ്തിട്ടില്ല എങ്കിൽ പോലും അവർ ആരായിരിക്കണം പ്രധാനമന്ത്രി എന്നുള്ള ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയതാവട്ടെ തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷയും ബംഗാളിന്റെ ദീദിയുമായ മമതാ ബാനർജിയും അവരോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനും ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളും ചേർന്നാണ്. ഈ മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും ഒന്നിച്ചു നിന്നുകൊണ്ട് മറ്റൊരിക്കലും കാണാത്ത വിധത്തിലുള്ള ഐക്യത്തിൽ നിന്നുകൊണ്ട് ഒരു പേര് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തങ്ങൾ INDAA എന്ന പ്രതിപക്ഷ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത് AICC അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയാണ് എന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത്. ഇതിന് ഇവർ നിരത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്തെന്നാൽ ഖാർഗെയുടെ ദളിത് മുഖം കോൺഗ്രസിന് മാത്രമല്ല മറിച്ച് INDAA എന്ന പ്രതിപക്ഷ മുന്നണിക്ക് ഒട്ടാകെ ഗുണം ചെയ്യും എന്ന് തന്നെയാണ്. എന്തായാലും ഇത്തരത്തിൽ ഒരു പേര് പരാമർശിക്കുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയം മമതയ്ക്കും കെജ്രിവാളിനുമുണ്ട്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഹാസവുമായി കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് രംഗത്ത് വന്നിരുന്നു. അവർ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് ചുറ്റും ഒരു ചക്രവ്യൂഹം തീർത്തിരിക്കുകയാണ് മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും ചേർന്ന് എന്നാണ്. അത് സത്യവുമാണ്. കാരണം ഈ ഒരു INDA മുന്നണിയിൽ നിന്നും പ്രധാനമന്ത്രിയാവാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്രധാനമന്ത്രി കുപ്പായം തുന്നി വെച്ചിരിക്കുന്ന നിരവധി നേതാക്കളുണ്ട്. അതിൽ ഒന്നാം നിരയിൽ തന്നെ വരുന്ന നേതാക്കളാണ് ഈ നിതീഷ് കുമാറും മമതാ ബാനർജിയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ. ഇവരെയൊക്കെ വെട്ടിക്കൊണ്ട് INDAA എന്ന പ്രതിപക്ഷ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയെ ഉയർത്തിക്കാട്ടുന്നതിൽ വലിയ എതിർപ്പുകൾ ഇവർക്കൊക്കെ ഉണ്ട് താനും. നിതീഷ് കുമാർ ആവട്ടെ രാജ്യം ഒന്നടങ്കം വലിയ റാലി നടത്താനുള്ള ഒരു തയ്യാറെടുപ്പുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ യോഗത്തിൽ വെച്ച് മറ്റാരും വേണ്ട, ഖാർഗെജി മതി തങ്ങൾക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി എന്ന് ഇവരൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രസ്താവനയിൽ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് നമ്മൾ BJPയെ പരാജയപ്പെടുത്തുന്നതിൽ വേണം കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ, ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാവണം എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വഴിയെ തീരുമാനിക്കാമെന്നാണ്. അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. പാർട്ടിയുടെ മേധാവികളായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉള്ളപ്പോൾ ഒരിക്കലും തൻ്റെ ദളിത് പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ഥാനവും നേടിയെടുക്കാൻ താൻ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല എന്നാണ്. അതായത് ഈ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഇവർ ഉയർത്തിക്കാട്ടിയ അതേ വ്യക്തി തന്നെ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം പറഞ്ഞിരിക്കുന്നു തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല എന്ന്. എന്തായാലും മമതയുടെയും കെജ്രിവാളിന്റെയും ഒക്കെ പ്രധാന ശത്രു BJPയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ അല്ല, മറിച്ച് അത് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി വെളിവാക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കമായിരുന്നു ഇന്നലെ നടന്നത്. ന്യൂസ് ഡെസ്ക് CCTV മലയാളം.